മാലിന്യം കൊണ്ട് കുഞ്ഞു മൂടുന്നു, നഗരസഭ നിശ്ചലമാകുന്നു, മാറാത്തത് മാറുമെന്ന് പറയുന്നു. ഈ സമരത്തിന് ആധാരമായ കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ നന്നായി അറിയാവുന്നത് ഈ നഗരത്തിലെ നഗരവാസികൾക്കും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പത്രമാധ്യമങ്ങൾക്കുമാണ്. ഇന്ന് രാവിലെ വന്നിട്ടുള്ള പത്രങ്ങളെല്ലാം തിരുവനന്തപുരം നഗരത്തിലെ നായ ശല്യത്തെ സംബന്ധിച്ചുള്ള വാർത്തകളാണ് ഏറ്റവും കൂടുതലായി പടച്ചു വിട്ടിട്ടുള്ളത്. അങ്ങനെ വിടുന്നതിന് കാരണം ഈ നഗരം നായ്ക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. തിരുവനന്തപുരം നഗരത്തിൽ കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ നേതൃത്വത്തിൽ അന്നത്തെ പ്രചരണം തിരുവനന്തപുരം നഗരം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ തെരുവ് നായയുടെ വിഷയത്തിന് പരിഹാരമുണ്ടാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവരുടെ ഭരണ കാലാവധി തന്നെ 6 മാസം പിന്നിട്ടിരിക്കുകയാണ്. ഭരണം 6 മാസം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു കാലാവധി കൂടിയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി വലിയ സമരങ്ങളൊന്നും തന്നെ ഞങ്ങൾ നടത്തുന്നില്ലായിരുന്നു. അങ്ങനെ നടത്താത്തതിൻ്റെ കാരണവും ഒരു ഭരണ സംവിധാനം അധികാരത്തിൽ വന്ന് അവർക്ക് അവരുടെ കസേരയിലൊന്ന് ഇരുന്ന് അവർ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അവരുടെ പ്രവർത്തനം നടത്താനുള്ള അവസരമാണ് നൽകിയത്. 6 മാസം പിന്നിട്ടിരിക്കുകയാണ്. ഈ തെരുവ് നായയുടെ വിഷയം ഇന്ന് വലിയ പ്രശ്നമായി നമ്മുടെ നഗരത്തിൽ മാറിയിരിക്കുകയാണ്. അധികാരത്തിൽ വന്ന ഉടനെ തന്നെ നമ്മുടെ മേയർ പ്രഖ്യാപിച്ചത് തിരുവനന്തപുരം നഗരത്തിലെ നായയുടെ വിഷയത്തിന്, തെരുവ് നായ്ക്കളുടെ വിഷയത്തിന് ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കി കഴിഞ്ഞു എന്നാണ്. കേവലം 10-20 നായ്ക്കളെ ഒരു ഷെൽട്ടറിൽ പാർപ്പിച്ചുകൊണ്ട്, ഏതോ ഒരു വീട്ടിലുള്ള കുറച്ച് നായ്ക്കളെ എടുത്തു കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് പാർപ്പിച്ചുകൊണ്ട് ഈ തെരുവ് നായയുടെ വിഷയം ഇവിടെ പരിഹരിച്ചു എന്നുള്ള വീമ്പിളക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. തിരുവനന്തപുരം നഗരത്തിലെ നായ്ക്കളുടെ വിഷയത്തിന് പരിഹാരമുണ്ടാക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, തെരുവ് നായയുടെ എണ്ണം കൂടുന്നതിന് കാരണമായിട്ടുള്ള മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ഇവിടെ നിലച്ചതാണ് തെരുവ് നായയുടെ എണ്ണം കൂടാനുള്ള കാരണമെന്നുള്ള പരമപ്രധാനമായിട്ടുള്ള കാര്യം. അത് തിരിച്ചറിയാൻ ഈ ഭരണസമിതിക്കോ ഈ മേയർക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത.